കേരളത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിക്കും കൂടി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന മസ്തിഷ്ക ജ്വരം ഉറപ്പാക്കിയിട്ടുണ്ട്. അമീബ എന്ന് പറയുന്നതിന്റെ വിവിധ സ്പീഷീസുകളാണ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും ജലാശയത്തിലും കുളിക്കുന്നത് വഴി നമ്മുടെ മൂക്കിലൂടെ ഈ അണു തലച്ചോറിനെ ആവരണം ചെയ്യുന്ന പാടയ്ക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ റെയർ ആയിട്ടുള്ള അസുഖമാണ്. 97% ഓൾമോസ്റ്റ് മരണം ഉറപ്പാക്കുന്നതുമാണ്. ഇതുകൊണ്ട് തന്നെ ഇതിന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് മെയിൻ ഘടകം. ഈ അമീബ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയും ബ്രെയിനെ ആവരണം ചെയ്യുന്ന പാടയ്ക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ ഏകദേശം 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ പ്രകടമാകുകയും ചെയ്യുന്നു. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നതല്ല. മലിനമായ ജലാശയങ്ങളിൽ കുളിക്കുന്നത് വഴിയാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നത്. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അസഹനീയമായിട്ടുള്ള തലവേദന, പനി, ബോധക്ഷയം, ഫിറ്റ്സ്, കഴുത്തുവേദന, കണ്ണുകൾക്ക് കാഴ്ച മങ്ങുക, ബോധക്ഷയം എന്നിവയാണ്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കേട്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജലാശയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. നമ്മൾക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യും.